ഫ്രണ്ട്സ്, നിങ്ങളുടെ വീട്ടിലെ പാൽപ്പൊടിയാണോ യൂസ് ചെയ്യുന്നത്? അപ്പോൾ പാൽപ്പൊടി വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയാലോ. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫേസ് പാക്കാണ്. 100% റിസൾട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇത് ഡെയിലി ചെയ്യാവുന്ന ഫേസ് പാക്കാണ്. വേറെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് നന്നായിട്ട് കളർ വെക്കാൻ സഹായിക്കും, നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കും, നല്ല ഗ്ലോ കിട്ടും. നിങ്ങളിത് ഒരു തവണയെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ഇത് യൂസ് ചെയ്യും. അത്രയ്ക്കും റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ കാണാം. പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പാൽപ്പൊടിയാണ്. ഞാനൊരു 2 സ്പൂൺ പാൽപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും കളർ വെക്കാനും സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പാൽപ്പൊടി. ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തേനാണ്. അപ്പം നിങ്ങൾ 1 സ്പൂൺ തേനോളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. തേൻ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഗ്ലോ ആക്കാനും അതേപോലെ തന്നെ നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടാനും സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാവുന്നതാണ്. ഏതൊരു പ്രായക്കാർക്കും ചെയ്യാവുന്നതാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. എന്താണേലും നിങ്ങളൊരു 30 ഡേയ്സ് ഇതൊന്ന് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ഇനി ഞാൻ അടുത്തതായിട്ട് ആഡ് ചെയ്യുന്ന റോസ് വാട്ടറാണ്. ഒരു 2 സ്പൂണോളം റോസ് വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടൊക്കെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ ഇനിയൊരു 15 മിനിറ്റ്സോളം വെക്കുക. ഡ്രൈ ആയതിനു ശേഷം വാഷ് ചെയ്തിട്ട് കാണാം. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം.
അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. കിടു റിസൾട്ടാണ്. നന്നായിട്ട് സ്കിൻ ബ്രൈറ്റ് ആയിട്ടുണ്ട്, അതേപോലെ തന്നെ നല്ല ഗ്ലോ ആയിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പാണ്, 100% ഗ്യാരണ്ടിയാണ് റിസൾട്ടിന്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.